അപ്പോൾ നമ്മുടെ സെൽ എൻവലപ്പ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞു. സെൽ എൻവലപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളതാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് ത്രെഡ് ലൈക്ക് ആയിട്ട് കാണുന്ന രണ്ട് സ്ട്രക്ചറുണ്ട്. ആ ത്രെഡ് ലൈക്ക് ആയിട്ട് കാണുന്ന സ്ട്രക്ചറാണ് ഫ്ലജല്ലയും ഫിംബ്രിയയും. ഫ്ലജല്ല ലോക്കമോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഫിംബ്രിയെ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ബാക്ടീരിയയിലുള്ളത്. അതിൽ ഒരെണ്ണമാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. They are thread-like locomotor appendages extending from the plasma membrane and cell wall. ലോക്കമോട്ടറി ഓർഗൻസ് ആണ് ബാക്ടീരിയയുടെ ലോക്കമോട്ടറി ഓർഗൻ. ഏതാണ്? ഫ്ലജല്ലയാണ് ബാക്ടീരിയയുടെ ലോക്കമോട്ടറി ഓർഗൻ. സൈസ് 20 നാനോമീറ്റർ അക്രോസ്, 15 to 20 micrometer length. It is micrometer. It is 20 micrometer length. Structure of flagella can be seen in the electron microscope because it is very thin. ഇനി ബാക്ടീരിയയെ തന്നെ നമ്മൾ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദ നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ദ ഫ്ലജല്ല. നമ്പറും പൊസിഷനും അനുസരിച്ച്. അതിൽ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് മോണോട്രൈക്കസ്. ഏതെങ്കിലും ഒരു പോളിൽ ഒരു ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോണോട്രൈക്കസ്. ഒരു പോളിൽ ഒരു ഫ്ലജല്ല. അടുത്തതാണ് ലോഫോട്രൈക്കസ്. ലോഫോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫ്ലജല്ല, ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല ഒരു പോളിൽ കാണുകയാണെങ്കിൽ അത് ലോഫോട്രൈക്കസ്. അടുത്തത് ആംഫിട്രൈക്കസ്. രണ്ട് പോൾസിലും ആംഫീബിയൻ, ആംഫി മീൻസ് ബോത്ത്. സോ ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോളിലും അറ്റ്ലീസ്റ്റ് ഒന്നിൽ കൂടുതൽ വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ളതാണ് ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്. ഫ്ലജല്ല ഓൾ ഓവർ ദ ബോഡി കാണപ്പെടുന്ന ഗ്രൂപ്പാണ് പെരിട്രൈക്കസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലജല്ലയുടെ അൾട്രാ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലജല്ലയ്ക്കകത്ത് 3 ഭാഗങ്ങളാണുള്ളത്. ഫിലമെൻ്റ്, ബേസൽ ബോഡി, ഹുക്ക്. അതിൽ ഏറ്റവും സെല്ലിനകത്ത് എംബഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ബേസൽ ബോഡി എന്ന് പറയുന്നത്. ഷോർട്ട് കർവ്ഡ് ആയിട്ടുള്ള റീജിയനാണ് ഹുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഫിലമെൻറ്റ് ഏറ്റവും, ബേസൽ ബോഡി ഏറ്റവും ഉള്ളിൽ കാണുന്ന ഭാഗം, അതിൽ ഷോർട്ട് കർവ്ഡ് റീജിയനാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഈ ഹുക്കാണ് ഫിലമെൻറ്റിനെയും ബേസൽ ബോഡിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ലിങ്ക്സ് ദ ഫിലമെൻറ്റ് ടു ഇറ്റ്സ് ബേസൽ ബോഡി. രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം. ഇതിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഭാഗമാണ് ബേസൽ ബോഡി എന്ന് പറയുന്ന പാർട്ട്. ഏറ്റവും കോംപ്ലക്സ് പാർട്ട് ഓഫ് ദ ഫ്ലജല്ല, അതാണ് ബേസൽ ബോഡി എന്ന് പറയുന്നത്. ഫിലമെൻ്റ് അതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആൻഡ് ഒബീവിയസ് പോർഷൻ ആണ് ഫിലമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ്, ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ടൈപ്പ് പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഫ്ലജല്ലിൻ. ഫ്ലജല്ലയുടെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലജല്ല ഗ്രാം പോസിറ്റീവിലും ഗ്രാം നെഗറ്റീവിലും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ബേസൽ ബോഡിയാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഭാഗം. ഈ കാണുന്നതാണ് ഫിലമെൻറ്റ്. ദാറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ആൻഡ് ദ ഒബീവിയസ് പോർഷൻ. ആൻഡ് ദിസ് ഈസ് ദ ഹുക്ക്. ഈ താഴെയുള്ള ഈ ഭാഗമാണ് ബേസൽ ബോഡി എന്ന് പറയുന്നത്. ഈ ബേസൽ ബോഡിയെയും ഈ ഫിലമെൻറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഷോർട്ട് കർവ്ഡ് ആയിട്ടുള്ള ഈ ഭാഗത്തിനെയാണ് ഹുക്ക് എന്ന് വിളിക്കുന്നത്. അത് പോസിറ്റീവിലും നെഗറ്റീവിലും ഈ രണ്ട് ഭാഗവും ഒരുപോലെയാണ്. ഫിലമെൻ്റ് ഉണ്ട്, ഷോർട്ട് കർവ്ഡ് റീജിയൻ, ഹുക്കുമുണ്ട്. ബട്ട് ബേസൽ ബോഡി ഈസ് ഡിഫറെൻ്റ് ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ടിലും വ്യത്യാസമാണ്. ദാറ്റ്സ് എ കോംപ്ലക്സ് പാർട്ട്. ഈ ബേസൽ ബോഡി ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 ടൈപ്പ് ഓഫ് റിങ്. 4 തരത്തിലുള്ള റിങ്ങുകൾ കൊണ്ടാണ് ബേസൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. പടത്തിൽ തന്നെ നമുക്ക് കാണാം ആ റിങ്ങുകൾ ഏതൊക്കെയാണെന്ന്. എൽ റിങ്, പി റിങ്, എസ് റിങ് ആൻഡ് എം റിങ്. എൽ, പി, എസ് ആൻഡ് എം ഔട്ടർ ടു ഇന്നറിലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിലായോ? എൽ റിങ് ഓർ ലിപ്പോപോളിസാക്കറൈഡ് റിങ്, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ലിപ്പോപോളിസാക്കറൈഡ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ്റെ ഭാഗമാണ് ലിപ്പോപോളിസാക്കറൈഡ്. അപ്പം എൽ റിങ് എന്ന് പറയുമ്പോൾ അത് ലിപ്പോപോളിസാക്കറൈഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു.
അത് ലിപ്പോപോളിസാക്കറൈഡ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ലെയറാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ആ പെപ്റ്റിഡോഗ്ലൈക്കണയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന റിംഗ് ആണ് പി റിംഗ് ഓർ പെപ്റ്റിഡോഗ്ലൈക്കൺ റിംഗ്. ഏറ്റവും ഇന്നർമോസ്റ്റ് റിംഗ് ആണ് എം റിംഗ് ദാറ്റ് കണക്ട്സ് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം. ഇതിന് മുകളിലായിട്ട് കാണുന്ന റിംഗ് ആണ് എസ് റിംഗ് എന്ന് പറയുന്നത്. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിപ്പോപോളിസാക്കറൈഡ് ഒന്നുമില്ല സെൽ വോളിൻ്റെ ഭാഗം. കാരണം ഈ ഫ്ലജല്ല എന്ന് പറയുന്നത് മെംബ്രെയിനിൽ നിന്ന് എറൈസ് ചെയ്ത് സെൽ വോളിൽ കൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആകെ 2 റിങ്ങേ വരുവുള്ളൂ. ഒന്ന് മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇന്നർ റിങ്ങും പിന്നെ പെപ്റ്റിഡോഗ്ലൈക്കണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഔട്ടർ റിങ്ങും. അങ്ങനെ 2 ടൈപ്പ് റിങ്ങേ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ അത് 4 തരത്തിലുള്ള റിങ്ങുകളായിരിക്കും. LP റിങ്ങുകളായിരിക്കും. ഇനി അടുത്ത ഒരു സ്ട്രക്ചറാണ് ഫിംബ്രിയെ ആൻഡ് പൈലെ. ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലതാണ് ഫിംബ്രിയെ ആൻഡ് പൈലെ. മെനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കണ്ടെയ്ൻ ഹെയർ ലൈക്ക് അപ്പൻഡേജ് ദാറ്റ് ആർ ഷോർട്ടർ, സ്ട്രെയിറ്റർ ആൻഡ് തിന്നർ ദാൻ ഫ്ലജല്ല. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഫിംബ്രിയെ ആൻഡ് പൈലൈ എന്ന് പറയുന്നത്. ആ ഫിംബ്രിയെ ആൻഡ് പൈലൈ കാണുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് ഇത് കാണുന്നത്. ഫ്ലജല്ലേക്കാളും ഷോർട്ടായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും, തിന്നറായിരിക്കും. അത് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടും ട്രാൻസ്ഫർ ഓഫ് DNA ആൻഡ് ഫോർ റാദർ ദാൻ ഫോർ മോട്ടിലിറ്റി. മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇത് അധികം യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഓഫ് DNA അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഈ ഫിംബ്രിയെ ആൻഡ് പൈലൈ ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിലിൻ ഓർ പൈലിൻ. ആർ അറേഞ്ച്ഡ് helically around a central core and divided into 2 types, Fimbriae and Pailae, based on their function. അപ്പോൾ ഫിംബ്രിയെന്നും പൈലയെന്നും പറയുന്ന 2 ഷോർട്ട് തിൻ ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ്. അതിന് ആ 2 ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് ആ 2 പേരുകൾ കൊടുത്തിരിക്കുന്നത്. ഫിംബ്രിയെ എന്ന് പറഞ്ഞാൽ ദേ ഹെൽപ്പ് സെൽസ് ടു അഡ്ഹർ ടു ദ സർഫസ്. അറ്റാച്ച്മെൻറ്റിന് യൂസ് ചെയ്യുന്നതിനെ ഫിംബ്രിയെ എന്ന് നമ്മൾ വിളിക്കും. അത് ദെയർ നമ്പർ വേരി ഫ്രം ഫ്യൂ ടു സെവറൽ ഹൺഡ്രഡ് per cell and they are involved in biofilm formation. അതിനകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഫിംബ്രിയെ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ ഹെൽപ്പ് ദ ബാക്ടീരിയ ടു അഡ്ഹർ ടു എപ്പിത്തീലിയൽ സർഫസ്. ഇൻവേഷൻ്റെയൊക്കെ സമയത്ത്, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതൊക്കെ സമയത്ത് വന്ന് അറ്റാച്ച് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. Of E. coli enable the bacteria to adhere to the lining of small intestine. എന്നാൽ പൈലൈ എന്ന് പറയുന്നത് ദേ ആർ ഇൻവോൾവ് ഇൻ ട്വിച്ചിങ് ആൻഡ് ഗ്ലൈഡിങ് മോട്ടിലിറ്റി. ഗ്ലൈഡിങ് മോട്ടിലിറ്റി അതായത് സർഫസിൽ കൂടി തെന്നി മാറുന്ന ടൈപ്പ് മോട്ടിലിറ്റി. ആ മോട്ടിലിറ്റി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഗ്ലൈഡിങ് മോട്ടിലിറ്റി. പൈലൈ നേരിട്ട് മോട്ടിലിറ്റി ആയിട്ട് ലോക്കോമോട്ടറി ഓർഗനായിട്ട് വരുന്നില്ല, ബട്ട് ഗ്ലൈഡിങ് മോട്ടിലിറ്റിക്ക് ഇൻവോൾവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് പൈലൈ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ DNA ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ഒരു ബാക്ടീരിയയിൽ നിന്ന് DNA ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതായത് കോൺജുഗേഷൻ എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ, കോൺജുഗേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് DNA ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ മെയിൽ ടു എ ഫീമെയിൽ സെൽ, മെയിൽ ബാക്ടീരിയൽ സെൽ ടു എ ഫീമെയിൽ ബാക്ടീരിയൽ സെൽ. അപ്പോൾ അതിൽ ഈ പൈലൈ ഉപയോഗിച്ച് അതൊരു കോൺജുഗേഷൻ കനാൽ ഫോം ചെയ്യും. ഇങ്ങനെ 2 ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു കോൺജുഗേഷൻ കനാൽ ഫോം ചെയ്യും. ഈ കനാലിൽ കൂടിയാണ് ഇതിനകത്തുള്ള DNA വേറൊരു ബാക്ടീരിയൽ സെല്ലിനകത്തോട്ട് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പം അങ്ങനെ ഒരു കോൺജുഗേഷൻ കനാൽ അല്ലെ ട്യൂബ് ഫോം ചെയ്യാൻ വേണ്ടി DNA ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഉള്ള സ്ട്രക്ചറാണ് പൈലൈ എന്ന് പറയുന്നത്. എന്നാൽ ഫിംബ്രിയെ എന്ന് പറയുമ്പം ദേ ആർ യൂസ്ഡ് ഫോർ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള സ്ട്രക്ചറാണ് ഫിംബ്രിയെ എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയയിൽ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചറാണ്. 3 എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സാണുള്ളത്: ഫിംബ്രിയെ, പൈലൈ, ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലെയേഴ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ സെൽ വോൾ. സെൽ വോളിന് പുറത്തുള്ള ലെയറിനെ എല്ലാം നമുക്ക് ഗ്ലൈക്കോകാലിക്സ് എന്ന് വിളിക്കാം. ഈ ഗ്ലൈക്കോകാലിക്സ് തന്നെ 2 ടൈപ്പിലുള്ള ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്.
അതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണെങ്കിൽ ആ ഗ്ലൈക്കോകാലിക്സിനെ നമുക്ക് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കാം. ഈ അല്ല ഒരു ഡിഫ്യൂസ്ഡ് അൺഓർഗനൈസ്ഡ് മെറ്റീരിയൽ ആണ് ഗ്ലൈക്കോകാലിക്സ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ലൈം ലെയർ. അപ്പോൾ ചില ബാക്ടീരിയൽ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, അത് ക്യാപ്സ്യൂൾ. ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് ക്ലെപ്സിയെല്ല ന്യൂമോണിയേ. അപ്പം അങ്ങനെ ഉള്ള സ്ട്രക്ചറാണ് ക്യാപ്സ്യൂൾ, സെക്രീറ്റഡ് ഓർഗനൈസ്ഡ് ലെയർ. എന്നാൽ അൺഓർഗനൈസ്ഡ് ലെയർ ആണ് സ്ലൈം ലെയർ എന്ന് പറയുന്നത്. അപ്പം രണ്ടും ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ അത് വിറലൻസുമായിട്ട് പത്തോജനിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ഈ 3 സ്ട്രക്ചേഴ്സാണ് വരുന്നത്. ഇനി ബാക്ടീരിയയിൽ കാണുന്ന വേറൊരു സ്ട്രക്ചറാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഈ എൻഡോസ്പോർ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് സെല്ല്, ഒരു സെല്ല്, അതിൻ്റെ ഒരു വെജിറ്റേറ്റീവ് സെല്ല് അതിൻ്റെ അൺഫേവറബിൾ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, എല്ലാ ഇതിനകത്തും ഇല്ല, അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് സെല്ലിനകത്താണ്, ബാക്ടീരിയൽ സെല്ലിനകത്താണ്, അതുകൊണ്ടാണ് അതിനെ എൻഡോസ്പോർ എന്ന് വിളിക്കുന്നത്. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് എൻഡോസ്പോർ ഫോം ചെയ്യുന്നത്. എപ്പോഴും ഇല്ല, അത് വെൻ ദ കണ്ടീഷൻസ് ബിക്കം അൺഫേവറബിൾ. അൺഫേവറബിൾ മീൻസ് ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, അതുപോലെയുള്ള അതിന് ജീവിക്കാൻ അൺഫേവറബിൾ ആയിട്ടുള്ള മറ്റ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷനൊക്കെ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഒരു എൻഡോസ്പോറിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എൻഡോസ്പോർ ഇറ്റ് ഈസ് ഫോംഡ് ഇൻസൈഡ് എ വെജിറ്റേറ്റീവ് സെൽ. അതുകൊണ്ടാണ് അതിനെ എൻഡോസ്പോർ. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് റീപ്രൊഡക്ഷൻ. ബാക്ടീരിയയിൽ എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രോസസ്സാണ്. എൻഡോസ്പോർ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെയേർഡ് സ്ട്രക്ചറാണ്. ഒത്തിരിയും ലെയേഴ്സ് അതിനകത്ത് പ്രസൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇന്നർ മോസ്റ്റായിട്ട് ഉള്ള ലെയറാണ് കോർ റീജിയൺ എന്ന് പറയുന്നത്. ഈ കോർ റീജിയൺ എന്ന് പറയുമ്പം അതിനകത്ത് DNA ഉണ്ട്, RNA ഉണ്ട്, അങ്ങനെയുള്ള പല ഇതായിട്ടുള്ള റീജിയണാണ് കോർ റീജിയൺ എന്ന് പറയുന്നത്. ഈ കോർ റീജിയണെ സറൗണ്ട് ചെയ്ത് കാണുന്നതാണ് അതിൻ്റെ സ്പോർ എൻവലപ്പ് എന്ന് പറയും. പിന്നെ അങ്ങോട്ട് ഒത്തിരിയും ലെയേഴ്സ് അതിനകത്ത് നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് സ്പോറിൻ്റെ വോളിയം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഇതാണ് അതിൻ്റെ കോർ റീജിയൻ, ഇത്രയും വരുന്നത്. പിന്നെ ഈ ഭാഗമാണ് അതിൻ്റെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിൻ്റെ സ്പോറിൻ്റെ വോളിയം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇന്നറിൽ നിന്ന് ഔട്ടറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയും ലെയേഴ്സ് കാണുന്നുണ്ട്. ഏറ്റവും ഇന്നർ കോറ്, പിന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഈ ഇന്നർ മെംബ്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്ന ലെയറാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ദ സ്പോർ വോളിയം ഒക്കുപ്പൈസ് കോർട്ടെക്സ് ഈസ് ഒക്കുപ്പൈഡ് ബൈ കോർട്ടെക്സ് ആണുള്ളത്. ഈ കോർട്ടെക്സിനകത്ത് പല പെപ്റ്റിഡോഗ്ലൈക്കൺ, കോർട്ടെക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ലെയേഴ്സ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഒരു സ്പോർ ജെർമിനേറ്റ് ചെയ്തൊരു പുതിയ സെല്ലുണ്ടാകുമ്പോൾ ഈ പെപ്റ്റിഡോഗ്ലൈക്കൺ ഒക്കെ എറൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്, മെനി ലെയേഴ്സ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ആൻഡ് ഓൾസോ ദ കോർട്ടെക്സ് കണ്ടെയ്ൻസ് കാൽസ്യം അയോൺസ് ആൻഡ് ഡിപ്പിക്കോളിനിക് ആസിഡ്. കാൽസ്യം അയോൺസും ഡിപ്പിക്കോളിനിക് ആസിഡും ഇതിനകത്ത് പ്രസൻ്റ് ആണ്. പിന്നെ കോർട്ടെക്സിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള അടുത്ത ഒരു ലെയറാണ് ഔട്ടർ മെംബ്രെയിൻ. അപ്പം നമുക്ക് പറയാം കോർട്ടെക്സ് ഈസ് ഡെവലപ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ഇന്നർ മെംബ്രെയിൻ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ. ഈ ഔട്ടർ മെംബ്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോറിനുള്ളതാണ് സ്പോർ കോട്ട് എന്ന് പറയുന്നത്. സ്പോർ കോട്ട് തന്നെ ഇന്നർ സ്പോർ കോട്ടുമുണ്ട്. ഇതാണ് സ്പോർ കോട്ട് എന്ന് പറയുന്ന ഭാഗം. സ്പോർ കോട്ട്, ഇന്നർ സ്പോർ കോട്ടുമുണ്ട്, ഒരു ഔട്ടർ സ്പോർ കോട്ടും കാണും. ഇനി ഇത് കൂടാതെ ചില ബാക്ടീരിയയിൽ ഇൻ അഡീഷൻ ആൻഡ് എക്സ്റ്റേണൽ കവറിങ്
കോൾഡ് എക്സോസ്പോറിയം. എക്സോസ്പോറിയം എന്ന് പറയുന്ന ഒരു ലെയറും കൂടെ, വളരെ തിൻ ഡെലിക്കേറ്റ് ആയിട്ട് മെംബ്രേനിയസ് ആയിട്ടുള്ള ഒരു ലെയറാണ് എക്സോസ്പോറിയം എന്ന് പറയുന്നത്. ചില ബാക്ടീരിയയിൽ മാത്രമേ ഉള്ളൂ എക്സോസ്പോറിയം പ്രസൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ബാക്ടീരിയയിലെല്ലാം ഈ പറഞ്ഞ അങ്ങനെയുള്ളൊരു മൾട്ടി ലെയേർഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. പ്രോട്ടീനേഷ്യസ് കോട്ട് സറൗണ്ടിങ് ദ മച്ച് ഓഫ് ദ കെമിക്കൽ beneath the coat resides a very thick layer of specialized peptidoglycan called cortex. Cortex formation is needed for the dehydration of the spore core. ഡീഹൈഡ്രേഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത്, സ്പോർ എന്ന് പറയുന്നത് ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിട്ട് ഡോർമെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതിന് പല ഇതിനോടും അത് റെസിസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറിനോട്, യു വി റേഡിയേഷനോട്, ഡെസിക്കേഷൻ, അതായത് ഡ്രൈ ചെയ്താൽ ഒരു ബാക്ടീരിയൽ ഇതിനെ നമ്മൾ ഡ്രൈ ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെജിറ്റേറ്റീവ് സെല്ല് ഡ്രൈ ആയി പോകും, സ്പോറ് റിമെയിൻ ചെയ്യും. ടെമ്പറേച്ചർ ഉപയോഗിച്ച് കില്ല് ചെയ്താൽ വെജിറ്റേറ്റീവ് സെൽസ് മാത്രമേ നശിക്കത്തുള്ളൂ, സ്പോർ അവിടെയും റിമെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്പോർ എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസ് ഇതിന് കൊടുക്കുന്നതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ എൻഡോസ്പോർ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഈ എൻഡോസ്പോർ ഫോർമേഷൻ, ഒരു ബാക്ടീരിയ എൻഡോസ്പോർ ഫോം ചെയ്യുന്നത് എപ്പോഴാണോ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇത് എൻഡോസ്പോർ ഫോം ചെയ്യുന്നത്. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, എസെൻഷ്യലായിട്ട് ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ട ന്യൂട്രിയൻസ് ഇല്ലാതെ വരുമ്പോൾ, അതല്ലാതെ ഹൈ ടെമ്പറേച്ചർ അങ്ങനെയുള്ള അൺഫേവറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വരുമ്പോൾ, ഇതൊക്കെ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ബാക്ടീരിയ എൻഡോസ്പോർ ഫോം ചെയ്യും. ആ എൻഡോസ്പോർ ഫോർമേഷൻ നടക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് നടക്കുന്നത്. ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടിയാണ് എൻഡോസ്പോർ ഫോർമേഷൻ നടക്കുന്നത്. ആ എൻഡോസ്പോർ ഫോർമേഷൻ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് സ്പോറോജെനിസിസ് അല്ലെങ്കിൽ സ്പോറുലേഷൻ എന്നാണ്. എൻഡോസ്പോർ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ സ്പോറുലേഷൻ എന്നാണ് വിളിക്കുന്നത്. ന്യൂട്രീഷണലി ഡെഫിഷ്യൻ്റ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇത് വരുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതിനെ 0 to 7 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ 0 to 7 സ്റ്റേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആക്സിയൽ ഫിലമെൻറ്റ്, സെപ്റ്റം ഫോർമേഷൻ, എൻഗൾഫ്മെൻറ്റ്, കോർട്ടെക്സ് ഫോർമേഷൻ, പ്രോട്ടീൻ കോട്ട് ഫോർമേഷൻ, മെച്വറേഷൻ, എൻസൈമാറ്റിക് ഡിസ്ട്രക്ഷൻ. ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്റ്റേജ് നോക്കാം നമുക്ക്. ഇത് ആദ്യത്തെ സ്റ്റേജ്. ഇത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതൊരു സ്റ്റേജ് 0 എന്ന് നമ്മൾ പറയും. ദാറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ വെജിറ്റേറ്റീവ് സെൽ. ഒരു വെജിറ്റേറ്റീവ് സെല്ലാണ് വിത്ത് 2 ന്യൂക്ലിയർ ബോഡീസ്. 2 ന്യൂക്ലിയർ ബോഡി കാണും അവിടെ. അടുത്ത സ്റ്റേജ് 1 എന്ന് പറയുന്നത് ആക്സിയൽ ഫിലമെൻ്റ് ഫോർമേഷൻ. ഇനി എന്താണ് ഈ ആക്സിയൽ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ? The 2 nuclear bodies fuse together and they become one. That is called axial filament. അതിനെയാണ് ആക്സിയൽ ഫിലമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒന്നാകും. സോ ദർ ഈസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ന്യൂക്ലിയർ മെറ്റീരിയൽ. ന്യൂക്ലിയർ മെറ്റീരിയൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് രണ്ടിനകത്തെയും ന്യൂക്ലിയർ മെറ്റീരിയൽസിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. അങ്ങനെ അത് ഒന്നായി. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെപ്റ്റം ഫോർമേഷനാണ്. ഇത് മീസോസോമാണ്. മീസോസോംസിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു സെപ്റ്റം ഡെവലപ്പ് ചെയ്യും, ഒരു ക്രോസ് വോൾ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് പോസിബിലി ഫ്രം ദ മീസോസോമൽ റീജിയൻ. ആ മീസോസോമൽ റീജിയൻ്റെ അവിടെ നിന്ന് ഒരു സെപ്റ്റം ഉണ്ടായി ഈ സെല്ലിനെ 2 എസിമെട്രിക്കൽ ഹാഫാക്കി മാറ്റും. ഈക്വൽ ഹാഫ് അല്ല, എസിമെട്രിക്കൽ ഹാഫായിട്ട് മാറ്റും. അതായത് ഒരു ലാർജർ സെല്ലും കാണും, ഒരു സ്മോളർ സെല്ലും കാണും. ഒരു ലാർജർ ആൻഡ് എ സ്മോളർ സെൽ. ഈ ലാർജർ സെല്ലിനെ നമ്മൾ മദർ സെല്ലെന്ന് വിളിക്കും, സ്മോളർ സെല്ലിനെ നമ്മൾ ഫോർസ്പോർ എന്നും വിളിക്കും. ലാർജർ സെൽ ഈസ് കോൾഡ് മദർ സെൽ ആൻഡ് സ്മോളർ വൺ ഈസ് കോൾഡ് ഫോർസ്പോർ. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റേജ്, സെപ്റ്റം ഫോർമേഷൻ, വിച്ച് ഡിവൈഡ്സ് ദ സെൽ ഇൻറ്റു 2 എസിമെട്രിക്കൽ ഹാഫ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെറ്റീരിയലും ഡിവൈഡ് ചെയ്യും. കുറച്ച് ഭാഗം ഫോർസ്പോറിനും കിട്ടും, ബാക്കി കുറച്ച് ഭാഗം മദർ സെല്ലിനും കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ
എൻഗൾഫ്മെൻറ്റ് ഓഫ് ദ ഫോർ സ്പോർ ആണ്. അതായത് ഈ മദർ സെല്ലിൻ്റെ മെംബ്രെയിൻ വന്ന് ഈ ഫോർ സ്പോറിനെ അങ്ങ് എൻഗൾഫ് ചെയ്യും. ദ മെംബ്രെയിൻ ഓഫ് ദ മദർ സെൽ ഇൻവാജിനേറ്റ്സ് ഓർ ദ ഗ്രോ ഇൻവേർഡ്സ്, അകത്തേക്ക് അങ്ങ് ഗ്രോ ചെയ്യും. ഇതാണ് മദർ സെല്ല്. ഇതിൻ്റെ മെംബ്രെയിൻ ഇതിനകത്തോട്ടങ്ങ് ഗ്രോ ചെയ്യും. ഇതിനകത്തോട്ടങ്ങ് ഗ്രോ ചെയ്തിട്ട് ഇറ്റ് എൻഗൾഫ്, ഇതിനെ അങ്ങ് പിടിച്ചങ്ങ് വിഴുങ്ങും, അല്ലെങ്കിൽ ഈ ഫോർ സ്പോറിനെ അങ്ങ് എൻഗൾഫ് ചെയ്യും ഇതിനകത്തോട്ട്. അങ്ങനെ ഇതങ്ങ് എൻഗൾഫ്ഡ് ആകും. ഈ ഫോർ സ്പോർ മദർ സെല്ലിനകത്തങ്ങ് എൻഗൾഫ്ഡ് ആകും. അങ്ങനെ എൻഗൾഫ്ഡ് ആകുന്നത് വഴി ഇറ്റ് ഡെവലപ്പ് 2 സെറ്റ് ഓഫ് മെംബ്രെയിൻ. അതിന് 2 സെറ്റ് മെംബ്രെയിൻ കിട്ടും. ഇതിങ്ങനെ വന്നങ്ങ് എൻഗൾഫ്ഡ് ആകുവാണ്, ഇതിനകത്തോട്ട് വന്ന് ഇതങ്ങ് എൻഗൾഫ്ഡ് ആകുകയാണ്. അപ്പം മദർ സെല്ലിൻ്റെ ഒരു മെംബ്രെയിനും ഉണ്ട്, ഫോർ സ്പോറിൻ്റെ ഒരു മെംബ്രെയിനും ഉണ്ട്. അങ്ങനെ അതിന് 2 സെറ്റ് മെംബ്രെയിൻ കിട്ടും. അതാണ് ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും. ഇന്നർ ഫോർ സ്പോർ മെംബ്രെയിൻ എന്നും ഔട്ടർ ഫോർ സ്പോർ മെംബ്രെയിൻ എന്നും നമുക്ക് വിളിക്കാം. കോർട്ടെക്സ് നമ്മൾ ആദ്യമേ തന്നെ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചു, ഇതിന് ഒത്തിരിയും സെറ്റ് ഓഫ് മെംബ്രെയിൻസ് ഉണ്ട്. ഇന്നർ മെംബ്രെയിനും ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ ഇപ്പം ആ 2 സെറ്റ് മെംബ്രെയിനും വന്നു കഴിഞ്ഞു, ഇന്നർ മെംബ്രെയിനും വന്നു, ഔട്ടർ മെംബ്രെയിനും വന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോർട്ടെക്സ് ഫോർമേഷൻ ആണ്. അപ്പോൾ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഇടയിലാണ് കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് കോർട്ടെക്സ് അങ്ങ് ഫോം ചെയ്യും. കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്തു. കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഇതാണ് കോട്ട് സിന്തസിസ്. അതായത് സ്പോർ കോട്ട് ഫോം ചെയ്യും. ഔട്ടർ മെംബ്രെയിന് വെളിയിലായിട്ടാണ് സ്പോർ കോട്ട് ഫോം ചെയ്യുന്നത്. ഔട്ടർ മെംബ്രെയിന് വെളിയിലായിട്ട് സ്പോർ കോട്ട് സിന്തസൈസ് ചെയ്യും. സ്റ്റേജ് 5 ഉണ്ടാകുന്ന സ്റ്റെപ്പാണത്. അതും കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എക്സോസ്പോറിയം ഡെവലപ്പ് ചെയ്യും. എക്സോസ്പോറിയം എല്ലാ ബാക്ടീരിയയിലും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. ചില ബാക്ടീരിയയിൽ എക്സോസ്പോറിയം ഉള്ളതിനകത്താണെങ്കിൽ ഈ സ്പോർ കോട്ടിനും വെളിയിലായിട്ട് ഈ എക്സോസ്പോറിയം ഡെവലപ്പ് ചെയ്യും. അപ്പം ഇത്രയും ആയപ്പോഴത്തേക്ക് സ്പോറിന് വേണ്ട സ്ട്രക്ചേഴ്സ് എല്ലാം ആയി കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇതിനകത്ത് നിന്ന് മെച്ചുറേഷൻ നടക്കുവാണ്. അടുത്ത സ്റ്റെപ്പ് മെച്ചുറേഷനാണ്. വാട്ടറൊക്കെ അങ്ങ് വിഡ്രോ ചെയ്യും. വാട്ടർ ഈസ് വിഡ്രോൺ ആൻഡ് ദ മെച്ചുവർ സ്പോർ ഈസ് ഡീഹൈഡ്രേറ്റഡ്. സ്പോർ എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ്, ഡോർമൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ്. അപ്പം ഇതിനകത്തുനിന്ന് വാട്ടർ എല്ലാം അങ്ങ് വിഡ്രോ ആയി മെച്ചുവർ സ്പോർ ഡീഹൈഡ്രേറ്റഡ് ആകും. അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള മെച്ചുവർ സ്പോർ ഉണ്ടായി. ആൻഡ് ഫൈനലി ഈ മദർ സെൽ അങ്ങ് ലൈസ് ചെയ്യും. മദർ സെല്ല് ലൈസ് ചെയ്തിട്ട് ഈ മെച്ചുവർ സ്പോറ് റിലീസ്ഡ് ആകും. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. മെച്ചുവർ സ്പോർ ഈസ് റിലീസ്ഡ് ആൻഡ് ദ മദർ സെൽ ഈസ് ബൈ ദ ലൈസിസ് ഓഫ് ദ മദർ സെൽ. സോ അതുകൊണ്ട് തന്നെയാണ് എൻഡോസ്പോർ ഫോർമേഷൻ ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് 2, 2ൽ നിന്ന് 4 ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇവിടെ അങ്ങനെയല്ല. മദർ സെല്ലിനകത്ത് എൻഡോസ്പോർ ഉണ്ടാകും ആൻഡ് ദാറ്റ് a single mother cell develops a single spore. only one spore at a time ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു മദർ സെല്ലിനകത്ത് ഒരു എൻഡോസ്പോർ ഉണ്ടാകും. ആ മദർ സെല്ലിനെ അത് ലൈസ് ചെയ്തിട്ടാണ് ഇത് പുറത്തു വരുന്നു. ആ എൻഡോസ്പോർ വീണ്ടും ജെർമിനേറ്റ് ചെയ്താൽ വീണ്ടും ഒരു പുതിയ വെജിറ്റേറ്റീവ് സെല്ല് ഫോം ചെയ്യും. ഈ എൻഡോസ്പോർ ജെർമിനേറ്റ് ചെയ്യും. എപ്പോഴാണ് അത് ജെർമിനേറ്റ് ചെയ്യുന്നത്? കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ, അതായത് വീണ്ടും അതിന് തിരിച്ച് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുമ്പോൾ, അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടീഷൻസ് ടെമ്പറേച്ചറും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒക്കെ അത് വീണ്ടും തിരിച്ച് പുതിയ വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറും. അങ്ങനെ പുതിയൊരു വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറുന്ന പ്രോസസ്സിനെ ജെർമിനേഷൻ എന്നാണ് പറയുന്നത്. ഈ ഉണ്ടായ സ്പോറ് പുതിയൊരു വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറുന്ന പ്രോസസ്സാണ് ജെർമിനേഷൻ. അത് എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആകുന്നത് അപ്പോഴത് ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ വെജിറ്റേറ്റീവ് സെല്ലുണ്ടാകും. അങ്ങനെ ഒരു വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് ഒരു സ്പോറ് ജെർമിനേറ്റ് ചെയ്താൽ വീണ്ടും ഒരു പുതിയ വെജിറ്റേറ്റീവ് സെൽ. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ.